ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് സിഗ്നലിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിഗ്നൽസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ച് പറഞ്ഞു, ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ഓരോ ക്രൈറ്റീരിയ വെച്ചുള്ള ക്ലാസിഫിക്കേഷനും അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് സിഗ്നൽസ്, സിഗ്നലിംഗ് സിസ്റ്റംസ്. അതിൽ നമുക്ക് അബ്സല്യൂട്ട് ബ്ലോക്ക് സിസ്റ്റം, സ്പേസ് ഇൻ്റർവെൽ സിസ്റ്റം, ടൈം ഇൻ്റർവെൽ സിസ്റ്റം, പൈലറ്റ് ഗോഡ് സിസ്റ്റം, ഈ 4 സിസ്റ്റത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. സിഗ്നലിംഗ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ട്രെയിനിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനാണ് ഇത് സിഗ്നലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്ന് അബ്സല്യൂട്ട് ബ്ലോക്ക് സിസ്റ്റം. ദിസ് സിസ്റ്റം ഇൻവോൾവ്സ് ഡിവൈഡിംഗ് ദി എൻറ്റയർ ലെങ്ത് ഓഫ് ദി ട്രാക്ക് ഇൻ ടു സെക്ഷൻസ് കോൾഡ് ബ്ലോക്ക് സെക്ഷൻസ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് സിഗ്നലിംഗ് സിസ്റ്റത്തിൽ ഫുൾ ലെങ്ത് ഓഫ് ട്രാക്കിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ബ്ലോക്ക്സ് ആയിട്ട് തിരിക്കുന്നുണ്ട്. എ ബ്ലോക്ക് സെക്ഷൻ ലൈസ് ബിറ്റ്വീൻ 2 സ്റ്റേഷൻസ് ദാറ്റ് ആർ പ്രൊവൈഡഡ് വിത്ത് ബ്ലോക്ക് ഇൻസ്ട്രുമെൻറ്റ്സ്. ഒരു ബ്ലോക്ക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 2 സ്റ്റേഷൻസിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തുണ്ട്, ബ്ലോക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. Block instruments of adjoining stations are connected through the railway line. ബ്ലോക്ക് ഇൻസ്ട്രുമെൻ്റ് കണക്ട് ചെയ്യുന്നത് റെയിൽവേ ലൈൻസ് വഴിയാണ്. അത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ബ്ലോക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴെല്ലാം വയർലെസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. എ ടോക്കൺ ക്യാൻ ബി ടേക്കൺ ഫ്രം ദി ബ്ലോക്ക് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് പെർട്ടിക്കുലർ സ്റ്റേഷൻ വിത്ത് ദി കൺസെൻറ്റ് ഓഫ് ബോത്ത് സ്റ്റേഷൻ മാസ്റ്റേഴ്സ്. In absolute block system, the departure of a train from one station to another is not permitted until and unless the previous train has completely arrived at the next station. അപ്പോൾ അബ്സല്യൂട്ട് ബ്ലോക്ക് സിസ്റ്റത്തിൽ ഒരു ബ്ലോക്കിൽ ഒരു ട്രെയിനേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ ഒരു സ്റ്റേഷനിലോട്ട് ട്രെയിനിനെ എൻ്റർ ചെയ്യാൻ എപ്പോഴും അനുവദിക്കുള്ളൂ, അടുത്ത സ്റ്റേഷനിൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ മുന്നത്തെ ട്രെയിന് അവിടെ എത്തിയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്, എന്നാൽ മാത്രമേ അതിൻ്റെ മുന്നത്തുള്ള സ്റ്റേഷനിൽ വേറൊരു ട്രെയിന് എൻ്റർ ചെയ്യാൻ അനുവദിക്കുള്ളൂ. അപ്പോൾ അറ്റ് എ ടൈം ഒരു ബ്ലോക്കിൽ ഒറ്റ ട്രെയിന്, ആ ട്രാക്കിൽ ഒറ്റ ട്രെയിന് ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ട്രെയിൻസ് ആർ നോട്ട് പെർമിറ്റഡ് ടു എൻറ്റർ ദി സെക്ഷൻ ബിറ്റ്വീൻ 2 സ്റ്റേഷൻ അറ്റ് ദി സെയിം ടൈം. ഈച്ച് സ്റ്റേഷൻ ഹാസ് 2 ബ്ലോക്ക് ഇൻസ്ട്രുമെൻറ്റ്സ്, one for the station ahead and other for the previous station. These are electrically interconnected. അപ്പോൾ ഒരു സ്റ്റേഷനിൽ 2 ബ്ലോക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവും. ഒന്ന് മുന്നത്തെ സ്റ്റേഷനും ഒന്ന് അതിന് താഴെയുള്ള സ്റ്റേഷനും. ഇനി ടൈം ഇൻ്റർവെൽ മെത്തേഡ്. ട്രെയിൻസ് ആർ സ്പേസ്ഡ് ഓവർ എ ലെങ്ത് ഓഫ് ട്രാക്ക് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫ് ദ ഫസ്റ്റ് ട്രെയിൻ സ്റ്റോപ്സ് ദ ഫോളോയിങ് train driver should be able to stop the train in sufficient distance without colliding the first one. അപ്പോൾ ഈ ട്രെയിൻസ് തമ്മിലുള്ള അന്തരം ഒരു ടൈം വെച്ചിട്ടാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ ടൈപ്പ് സിഗ്നലിംഗ് സിസ്റ്റം ആണെന്ത്, ടൈം ഇൻ്റർവെൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ട്രെയിന് മുന്നേയുള്ള ട്രെയിന് സ്റ്റോപ്പ് ചെയ്താൽ അതിന് പുറകെ വരുന്ന ട്രെയിനിന് എന്ത് ചെയ്യാൻ പറ്റണം, കൊളൈഡ് ചെയ്യാതെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം. ആ രീതിയിലാണ് ടൈം തീരുമാനിക്കുന്നത്. This type is used when traffic is less and weight of the trains are less. വെയിറ്റ് കുറവാണ്, ട്രാഫിക്കും കുറവാണ്. അപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്,
ഈ ടൈപ്പ് ഉപയോഗിക്കുന്നത്. ദിസ് ടൈപ്പ് ഓഫ് സിസ്റ്റം കനോട്ട് ബി യൂസ്ഡ് ഇൻ പാസഞ്ചർ റെയിൽ സിൻസ് വെയിറ്റ് ആൻഡ് ട്രാഫിക് ഈസ് ഹൈ. നെക്സ്റ്റ്, സ്പേസ് interval method. In this method, control over of movement, the length of track is divided into called blocks. അപ്പോൾ സ്പേസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിൻ ഇൻ ബിറ്റ്വീൻ ട്രെയിൻസ് നമ്മൾ സ്പേസ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു നിശ്ചിത സ്പേസ് വിട്ടിട്ടാണ് ട്രെയിൻസ് ആ ട്രാക്കിൽ ഉണ്ടാവുക. അപ്പോൾ ആ സ്പേസിന് പറയുന്ന പേരാണെന്ത്, ബ്ലോക്ക്. നമ്മൾ അബ്സല്യൂട്ട് ബ്ലോക്ക് സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ. ദ എൻട്രി ഓഫ് എ ട്രെയിൻ ഇൻ ടു ബ്ലോക്ക് ഈസ് കൺട്രോൾഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഓൺലി വെൻ ഇറ്റ് ഈസ് ഫ്രീ ദ ട്രെയിൻ ക്യാൻ ബി അലൗഡ്. ആ ബ്ലോക്ക് ഫ്രീ ആയി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ബ്ലോക്കിലോട്ട് ട്രെയിൻ എൻ്റർ ചെയ്യാൻ നമ്മൾ പെർമിറ്റ് ചെയ്യുള്ളൂ. ദിസ് മീൻസ് ദാറ്റ് ടു കൺസെക്യൂട്ടീവ് ട്രെയിൻസ് ദർ ഇസ് എ സ്പേസ് ഇൻ്റർവെൽ. അപ്പോൾ ഇത് അർത്ഥമാക്കുന്നത് എന്താണ്, എപ്പോഴും കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ട്രെയിൻസ് തമ്മിൽ ഒരു നിശ്ചിത സ്പേസ് ഉണ്ടാവും. ഇനി ഇൻ്റർലോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് സിഗ്നൽസ്, points and other appliances so interconnected by mechanical or electrical locking that their operation take place in a predetermined sequence to ensure that conflicting movement of signals and points do not take place and trains run safely. അപ്പോൾ ഇൻ്റർലോക്കിംഗ് എന്ന് പറഞ്ഞാൽ സിഗ്നൽസ്, പോയിൻറ്റ്സ്, അപ്പോൾ ട്രെയിൻ ഡൈവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, സിഗ്നൽസ് ഉണ്ട്, പോയിൻറ്റ്സ്, ഇതിലെല്ലാം എന്ത് ചെയ്യാം, ഇൻ്റർകണക്ട് ചെയ്തിട്ട് കൺഫ്ലിക്റ്റിംഗ് മൂവ്മെൻറ്റിനെ തടയുക. ഇതാണ് ഇൻ്റർലോക്കിങ്ങിൻ്റെ മെയിൻ ഫങ്ഷൻ വരുന്നത്, കൺഫ്ലിക്റ്റിംഗ് മൂവ്മെൻറ്റ്സിനെ തടയണം. അപ്പോൾ ഈ സിഗ്നൽസും ആ പോയിൻറ്റ്സും എല്ലാം എന്ത് ചെയ്യും, ഒന്ന് ഇൻ്റർകണക്ട് ചെയ്യും. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ട്രെയിന് ഒരേ സമയം ഒരേ ട്രാക്കിലൂടെ പോകണമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. ഇനി നെസസിറ്റി, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആൻഡ് സിഗ്നൽസ്. എപ്പോഴാണ് ഇത് ആവശ്യം വരിക, കുറേ പോയിൻറ്റ്സ് ആൻഡ് സിഗ്നൽസ് ഏറി വരുമ്പോൾ ഇൻക്രീസ് ഇൻ സ്പീഡ്, ട്രെയിനിൻ്റെ സ്പീഡ്സ് കൂടുമ്പോൾ പോയിൻറ്റ്സ് ആൻഡ് സിഗ്നൽസ് അറേഞ്ച് ഇൻ ഫുൾ പ്രൂഫ് മാനർ, കൺഫ്ലിക്റ്റിംഗ് മൂവ്മെൻറ്റ്സ് ആർ അവോയ്ഡ്. പിന്നെ പോയിൻറ്റ്സ് ആൻഡ് സിഗ്നൽസ് ഒരു എന്ത് ചെയ്യണം, ഫുൾ പ്രൂഫ് മാനറിൽ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് സാധ്യമാക്കുന്ന എന്താണ്, വി ക്യാൻ അവോയ്ഡ് ദി കൺഫ്ലിക്റ്റിംഗ് മൂവ്മെൻറ്റ്സ്, ഹെൽപ്പ് ഇൻ പ്രോപ്പർ ആൻഡ് സേഫ് വർക്കിംഗ് ഓഫ് ദി സിസ്റ്റം. ഇനി എസെൻഷ്യൽസ് ആണ് അതിന് വേണ്ട. It should not be possible to turn a signal off unless all points for the line on which the line is to be received are correctly set. All the facing points are locked and all the interlocked levels crossings are closed and inaccessible to road traffic. അപ്പോൾ നമ്മൾ ഒരു ട്രെയിൻ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്താവണം, റെഡി ആയിരിക്കണം. ആ ട്രെയിന് പോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ ട്രെയിന് ആ ട്രാക്കിലൂടെ പോകാൻ അനുവദിക്കുകയുള്ളൂ. The line should be fully isolated before the signal is turned off. That is, no loose wagons should be able to enter this line. After the signal has been turned off എന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പോൾ ട്രെയിന് പോകാൻ അനുവദിക്കാം. സിഗ്നൽ ഓഫ് ചെയ്തെന്ന് പറഞ്ഞാൽ ട്രെയിന് പോകാൻ പ്രൊസീഡ് ചെയ്യാനുള്ള സിഗ്നൽ കൊടുത്തു. ഹാസ് ബീൻ ടേൺഡ് ഓഫ്. ഇറ്റ് ഷുഡ് നോട്ട് ബി പോസിബിൾ ടു മേക്ക് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ദി പോയിൻറ്റ്സ് ഓർ ലോക്സ് ഓൺ ദി റോഡ്. അപ്പോൾ ആ ട്രാക്കിൽ ആവശ്യമുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ട്രെയിനിന് പ്രൊസീഡ് എന്നുള്ള പറഞ്ഞിട്ടുള്ള സിഗ്നൽ കൊടുക്കാൻ പറ്റുള്ളൂ. It should not be possible to turn any two signals off at the same time. രണ്ട് സിഗ്നൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരേ സമയത്ത് ഓഫ് ചെയ്യാൻ പാടില്ല. ആ രീതിയിലാവണം. As this
ദിസ് ക്യാൻ ലീഡ് ടു കൺഫ്ലിക്റ്റിംഗ് മൂവ്മെൻറ്റ്സ് ഓഫ് ദി ട്രെയിൻ. അപ്പോൾ ഒരേ സമയം രണ്ട് സിഗ്നൽസ് നമുക്ക് ഓഫ് ചെയ്താൽ ഒരു കൺഫ്ലിക്റ്റിംഗ് മൂവ്മെൻറ്റിന് എന്തുണ്ട്, സാധ്യത ഉണ്ട്. Wherever feasible, the point should be so interlocked as to avoid any conflicting movement. അപ്പോൾ എവിടെ പോസിബിൾ, wherever possible, feasible, the point should be so interlocked as to avoid any conflicting. ഓക്കെ, എവിടെ ഫീസിബിൾ ആയിട്ടുള്ള എവിടെ വരുന്നോ അവിടേക്ക് എന്ത് ചെയ്യണം, നമ്മൾ കൺഫ്ലിക്റ്റിംഗ് മൂവ്മെൻറ്റ്സിൻ്റെ തടയണം. ഈ കൺഫ്ലിക്റ്റിംഗ് മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ ആക്സിഡൻസിനെല്ലാം കാരണമാകുന്നത്. അപ്പോൾ അതിനെ തടയാനുള്ള ഒരു മെത്തേഡാണെന്ത്, ഇൻ്റർലോക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ആണ്. ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഇൻ്റർലോക്കിംഗ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ മേക്ക് യൂസ് ഓഫ് കീ ഇൻ്റർലോക്കിംഗ്. കുറച്ച് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഇൻ്റർലോക്കിംഗ് സിസ്റ്റമാണ്. റണ്ണിങ് സ്പീഡ് ഓഫ് ട്രെയിൻ റെസ്ട്രിക്റ്റഡ് ടു 50 km/h. സെക്കൻഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഇൻ നോൺ ട്രെയിൻ മെയിൻ റൂട്ട്സ്, ഓപ്പറേറ്റ് മെക്കാനിക്കലി ഓർ ഇലക്ട്രിക്കലി, സ്പീഡ് ലെസ് ദാൻ 75 km/h. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിനേക്കാളും കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയതാണ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരുന്നത്. തേർഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ മേക്സ് യൂസ്ഡ് ഓഫ് മെക്കാനിക്കലി ഓർ ഇലക്ട്രിക്കലി ഇൻ്റർകണക്റ്റഡ്, യൂസസ് ലേറ്റസ്റ്റ് ഇൻ്റർലോക്കിംഗ് ടെക്നിക്സ്. ഏറ്റവും ഹയസ്റ്റ് സ്റ്റാൻഡേർഡാണെന്ത്, തേർഡ് സ്റ്റാൻഡേർഡ് ഇൻ്റർലോക്കിംഗ് എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് ഇൻ്റർലോക്കിങ്സ്. ഇനി പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു കീ ഇൻ്റർലോക്കിംഗ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് ഇൻ്റർലോക്കിംഗ്. കീ ഇൻ്റർലോക്കിംഗ് എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് മെത്തേഡാണ്, പണ്ട് ഉപയോഗിച്ചിരുന്നായിരുന്നു. ഇൻവോൾവ്സ് മാനിപ്പുലേഷൻ ഓഫ് കീസ് ഇൻ വൺ ഫോം ഓർ അതർ. കീ എന്ത് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്ത് ഉപയോഗിക്കുക, അതാണ് കീ ഇൻ്റർലോക്കിങ്ങിൽ വരുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഇൻ്റർലോക്കിംഗ് ഈസ് നോർമലി പ്രൊവൈഡഡ് വിത്ത് സ്റ്റാൻഡേർഡ് 1 ഇൻ്റർലോക്കിംഗ്. അറേഞ്ച്മെൻറ്റ് ഓഫ് കീ ഇൻ്റർലോക്കിംഗ് ഈസ് ഡൺ ആസ് ബിലോ. അതിൻ്റെ ഒരു പ്രൊസീജിയർ പറഞ്ഞാൽ എങ്ങനെയാണ് കീ ഉപയോഗിക്കുന്നത്. പോയിൻറ്റ് ക്യാൻ ബി സെറ്റ് എയ്തർ ഫോർ മെയിൻ ലൈൻ ഓർ ബ്രാഞ്ച് ലൈൻ. പോയിൻറ്റ് മെയിൻ ലൈനിലോട്ടോ പോകേണ്ടത് അല്ലെങ്കിൽ ബ്രാഞ്ച് ലൈനിലോട്ടോ പോകേണ്ടത്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. എ ബി ആർ ദി കീ ഫോർ മെയിൻ ആൻഡ് ബ്രാഞ്ച് ലൈൻസ്. മെയിൻ ലൈനിലും ബ്രാഞ്ച് ലൈനിലുള്ള കീസാണെന്ത്, എ ബി എന്ന് പറയുന്നത്. അറ്റ് എനി പോയിൻറ്റ് ഓൺലി വൺ കീ ക്യാൻ ബി ടേക്കൺ ഓൺ. ഒരു പോയിന്റിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒറ്റ കീ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ലിവർ ഫ്രെയിം ഓപ്പറേറ്റിംഗ് ദി സിഗ്നൽസ് ഈസ് പ്രൊവൈഡഡ് വിത്ത് 2 signals ആൻഡ് വിൽ ബി ഓപ്പറേറ്റഡ് ബൈ ദി കീ എ ആൻഡ് ബി ഓൺലി. അപ്പോൾ സിഗ്നൽസിനെ കൺട്രോൾ ചെയ്യുന്ന ലിവർ ഫ്രെയിം അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ കീ എ അല്ലെങ്കിൽ ബി വെച്ചിട്ടാണ്. ഇഫ് ദ ട്രെയിൻ ഈസ് ടു ബി റിസീവ്ഡ് ഓൺ ദി മെയിൻ ലൈൻ, ദി കീ ഈസ് ലോക്ക്ഡ് ഫോർ ദി പോയിൻ്റ് ഓൺ മെയിൻ ലൈൻ. അപ്പോൾ മെയിൻ ലൈനിലൂടെ ഒരു ട്രെയിൻ റിസീവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെയുള്ള കീ ലോക്ക് ചെയ്യണം. ആൻഡ് എ ഈസ് ടേക്കൺ ഔട്ട് ആൻഡ് ഇൻസേർട്ട് ഇൻ ദി ലെവർ ഫോർ ദി സിഗ്നൽ ഓഫ് മെയിൻ ലൈൻ. അപ്പോൾ എൻ്റെ കീ എടുക്കും, എന്ത് ചെയ്യും, അതിൻ്റെ ലെവറിൽ ആ കീ ഇൻസേർട്ട് ചെയ്യും. ദസ് ലോവറിങ് ദി സിഗ്നൽ ഓഫ് മെയിൻ ലൈൻ. സിഗ്നൽ മെയിൻ ലൈനിൻ്റെ എന്ത് ചെയ്യും, സിഗ്നൽ ലോവർ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റ് എ ടൈം ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഒരു കീ എടുത്താൽ നമുക്ക് മറ്റേ കീ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ കീ എടുത്താൽ നമുക്ക് എന്ത് ഉറപ്പാക്കാം, ആ ഒരു ട്രാക്കിൽ മാത്രമേ ട്രെയിൻ പോകാനുള്ള അനുവാദം കൊടുക്കുന്നുള്ളൂ എന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് സിഗ്നൽസ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് ഇൻ്റർലോക്കിംഗ്. ഈ ടൈപ്പ് ഓഫ് സിഗ്നലിങ്ങിന് പറയുന്ന ആരാണെന്ത്, ഇൻഡയറക്റ്റ് ഇൻ്റർലോക്കിംഗ് എന്ന് പറയുന്നത്. ഇഫ് ദർ ആർ മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് സക്സഷൻ ഇൻ്റർലോക്കിംഗ് വിൽ ബി യൂസ്ഡ്. അപ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ടെങ്കിൽ രണ്ടോ കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഉപയോഗിക്കുന്നത് സക്സഷൻ ഇൻ്റർലോക്കിംഗ് ആണ്. ഇനി മെക്കാനിക്കൽ ഇൻ്റർലോക്കിംഗ് ആണ്. ഇറ്റ് ഈസ് ദ ഇംപ്രൂവ്ഡ് ഫോം ഓഫ് ഇൻ്റർലോക്കിംഗ് കമ്പയർഡ് ടു കീ ഇൻ്റർലോക്കിംഗ്. കീ ഇൻ്റർലോക്കിങ്ങിനേക്കാളും കുറച്ച് ഇംപ്രൂവ്ഡ് ഫോമാണ്. ഗ്രേറ്റർ സേഫ്റ്റി ആൻഡ് ലെസ് മാൻ പവർ. സേഫ്റ്റി കൂടുതലാണ്, മാൻ പവർ എന്താണ്, കുറച്ച് മതി.
ഡൺ യൂസിങ് പ്ലഞ്ചർ ആൻഡ് ടൈ ബാർസ്. പ്ലഞ്ചറും ടൈ ബാറും ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മെക്കാനിക്കൽ ഇൻ്റർലോക്കിംഗ് ചെയ്യുന്നത്. Plungers are of size 30 cm, 1.6 cm and have notches in them. Tie bars are placed at right angles to the plungers and are provided with a suitable shaped rivets, cast iron pieces, അതിനാണ് പറയുന്നത് ടാപ്പറ്റ്സ് എന്ന്, that exactly fit in the notches. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ കോമ്പണൻസ് ആയിട്ട് വരുന്നത്. പ്ലഞ്ചർ വരുന്നുണ്ട്, ടൈ ബാർ വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലഞ്ചറും ടൈ ബാറും വെച്ചിട്ടുള്ളത് ടാപ്പറ്റ്സിലുമാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് അതിൻ്റെ കോമ്പണൻസ് ആയിട്ട് വരുന്നത്. മെയിൻ കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ ലോക്കിംഗ് ഫ്രെയിം ഉണ്ട്, പോയിൻ്റ് ഫ്രെയിം ഉണ്ട്, സിഗ്നൽ ഫിറ്റിങ്സ് ഉണ്ട് ആൻഡ് കണക്റ്റിംഗ് ഡിവൈസസ് ഉണ്ട്. ലെവേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ റോ ഇൻ ദി ഫ്രെയിം. Pulling point lever operates the point to which it is connected through the steel rod. Pulling a signal lever changes the signal by pulling the wire connecting the lever and signal. അപ്പോൾ ഇത് മെക്കാനിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോയിൻറ്റ്സിനും സിഗ്നൽസിനും എല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിഗ്നലിംഗ് സിസ്റ്റമാണ് എന്ത്, അല്ല ഇൻ്റർലോക്കിംഗ് സിസ്റ്റമാണ് മെക്കാനിക്കൽ ഇൻ്റർലോക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ലിവറൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഏത് ഭാഗത്തോട്ടാണ് ട്രെയിൻ പോകുന്നത് അതല്ല നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ട് സിഗ്നൽ നമ്മൾ മെക്കാനിക്കൽ മീൻസിലാണ് എന്ത് ചെയ്യുന്നത്? സിഗ്നൽസിന് ഓണും ഓഫൊക്കെ ചെയ്യുന്നത്. This entire arrangement is provided in a locking trough where tappets are provided which move at right angle to the plungers. When lever is pulled, it causes plunger which is connected to move. Due to wedge action, tappets accommodated in the notch of the plunger is pushed out at right angle to the movement of plunger. The motion gets transferred to the other tappets which are connected to the other tappet by means of tie rod. Some tappets get pushed in, some pushed out as a result. In case of tappet is free and pushed into the notch, in case of tappet is free and pushed into the notch and it locks the lever connected to that plunger. Else if it already locked, it comes out of the notch and lever becomes free to be operated. മെക്കാനിക്കൽ ഇൻ്റർലോക്കിംഗ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ലിവർ ആക്ഷൻ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പോയിൻറ്റ്സിനും ക്രോസിങ്സിനും പോയിൻറ്റ്സിനും അതുപോലെ തന്നെ സിഗ്നൽസിനെല്ലാം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൊസീജിയറാണ്, എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞത്. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ആ കൺസെപ്റ്റ് പഠിച്ചാൽ മതി. എന്താണ് മെക്കാനിക്കൽ ഇൻ്റർലോക്കിംഗ്, പിന്നെ മെക്കാനിക്കൽ ആക്ഷൻ നമ്മൾ കൂടുതലായിട്ട് തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി ഡിഫറെൻറ്റ് കേസസ് ഓഫ് മെക്കാനിക്കൽ ഇൻ്റർലോക്കിംഗ്. നോർമൽ ഇൻ്റർലോക്കിംഗ് ഉണ്ട്. പുള്ളിങ് വൺ ലെവർ ലോക്സ് ദി അതർ ലെവർ ഇൻ നോർമൽ പൊസിഷൻ. ഒരു ലെവർ പുൾ ചെയ്താൽ എന്ത് ചെയ്യും? അതർ ലെവർ ലോക്ക് ചെയ്യാം. ദെൻ ബാക്ക് ലോക്കിംഗ് ആൻഡ് റിലീസ് ലോക്കിംഗ്. ലെവർ ഇൻ നോർമൽ പൊസിഷൻ ലോക്ക് ദി അതർ ലെവർ ഇൻ normal position. When pulled, other lever is released and free to operate. When other pulled, first one get locked in pulled position. Both wall locking. Once the lever is locked, other lever locked in current position. Conditional locking. Pulling one lever locks other lever only when certain. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് കേസസ് വരുന്നത്. അപ്പോൾ ഈ കേസസിലെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വേറെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലായിരിക്കും എന്ത് നമ്മളെ ലെവർ ഓപ്പറേഷൻസ് എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. ഇതാണ് മെക്കാനിക്കൽ ഇൻ്റർലോക്കിങ്ങിന് ഉപയോഗിക്കുന്ന ടാപ്പറ്റ്സും പ്ലഞ്ചേഴ്സൊക്കെ വരുന്ന അറേഞ്ച്മെൻറ്റ്. ഇനി ഇലക്ട്രിക്കൽ ഇൻ്റർലോക്കിംഗ്.
ഇറ്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ ഇലക്ട്രിക്കൽ സ്വിച്ചസ് നോൺ ആസ് റിലേസ്. അപ്പോൾ ഇത് അച്ചീവ് ചെയ്യുന്ന എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ സ്വിച്ചസ്, അതിനെ പറയുന്ന പേരാണെന്ത്? റിലേസ്. മാനിപ്പുലേഷൻ ഓഫ് റിലേസ് അച്ചീവ്സ് ഇൻ്റർലോക്കിംഗ്. റിലേസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇൻ്റർലോക്കിംഗ് സാധ്യമാക്കുന്നത്. In the place of plungers or in addition to the plungers, lever locks are attached with levers. This work by making use of the principle of electromagnetism. Electromagnetism എന്ന പ്രിൻസിപ്പിളാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ ഇൻ്റർലോക്കിംഗ് വർക്ക് ചെയ്യുന്നത്. Soft iron core wrapped inside the iron core turns to magnet when the current passes through it. An arrangement named armature is attached to this magnet. Depending upon whether the armature is attached or not, interlocking works here. This entire system is housed in glass or metal box. ഒരു ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പോയിൻറ്റ്സ് ആൻഡ് സിഗ്നൽസിനെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ബൈ ഇലക്ട്രിക്കൽ മീൻസ്. അതിനാണ് എന്ത് പറയുന്നത്? ഇലക്ട്രിക്കൽ ഇൻ്റർലോക്കിംഗ് എന്ന് പറയുന്നത്. ഇനി പാനൽ ഇൻ്റർലോക്കിംഗ്. ആൾ പോയിൻറ്റ്സ് ആൻഡ് സിഗ്നൽസ് ആർ ഓപ്പറേറ്റഡ് ഇലക്ട്രിക്കലി ഫ്രം എ സെൻട്രൽ ലൊക്കേഷൻ. എല്ലാ റെയിൽവേയിലുള്ള ആ ട്രാക്കിലുള്ള എല്ലാ പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ്സിനും എന്ത് ചെയ്യുന്നത്? ഒറ്റ ഒരു സെൻട്രൽ ലൊക്കേഷനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണെന്ത്? പാനൽ ഇൻ്റർലോക്കിംഗ് എന്ന് പറയുന്നത്. The switches for operating these points and signals are mounted on a panel, which also bears the diagram of the yard layout. Electrical interlocking is achieved by means of relays. Centralized controlling is of great radius, great advantage. With elimination of inter-cabin controlling, great number of trains can be run with less. അപ്പോൾ പാനൽ ഇൻ്റർലോക്കിംഗ് എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ആണ്. ഒരു സെൻട്രൽ ലൊക്കേഷൻ എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ ട്രാക്കിലുള്ള എല്ലാ പോയിൻറ്റ്സ് ആൻഡ് സിഗ്നൽസിനെയും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ലൊക്കേഷനിൽ സെൻട്രൽ ലൊക്കേഷനിൽ എന്തുണ്ടാവും? ഇതിൻ്റെ ഒരു മാപ്പ് ഉണ്ടാവും. ഇതിനെല്ലാം സൂചിപ്പിച്ചിട്ടുള്ള എല്ലാ പോയിൻറ്റ്സിനെയും എല്ലാ പോയിൻറ്റ്സിനെയും സിഗ്നൽസിനെയും കാണിക്കുന്ന ഒരു ഡയഗ്രം ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചസ് അല്ലെങ്കിൽ റിലേസ് ഉണ്ടാവും. അപ്പോൾ ഈ സ്വിച്ചസ് ആൻഡ് റിലേസിനെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ പോയിൻറ്റ്സിനെയും സിഗ്നൽസിനെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റ സ്ഥലത്ത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നല്ല രീതിയിൽ ആ ട്രാക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒറ്റ സ്ഥലത്ത് നിന്നാണ് നമുക്ക് എല്ലാ പോയിൻറ്റ്സും ക്രോസിങ്ങും ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കൺഫ്ലിക്റ്റിംഗ് മൂവ്മെൻറ്റ്സിനെല്ലാം നമുക്ക് തടയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സേഫ് മൂവ്മെൻറ്റ് ഓഫ് ട്രെയിൻസ് നമുക്ക് സാധ്യമാക്കാനും പറ്റും. ഇനി റൂട്ട് റിലേ ഇൻ്റർലോക്കിംഗ്. റൂട്ട് റിലേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇംപ്രൂവ്ഡ് ഫോം ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പാനൽ ഇൻ്റർലോക്കിംഗ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഇൻ്റർലോക്കിംഗ് ആണ് എന്താ? റൂട്ട് റിലേ ഇൻ്റർലോക്കിംഗ്. In panel interlocking, each point in line has to be individually set up with a switch, and clearance of signals is obtained by operating the switch. In root relay interlocking, only a pair of switches are used for doing all this operation automatically. അപ്പോൾ പാനൽ ഇൻ്റർലോക്കിങ്ങിന് നമുക്ക് എന്തുണ്ട്? ഓരോ ലൈനിനും ഓരോ സ്വിച്ച് ആവശ്യമുണ്ട്. ഇതിൽ ഒരു പെയർ ഓഫ് സ്വിച്ചസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ ഓപ്പറേഷൻസും നമ്മൾ നടത്തുന്നത്. Signals is also cleared in similar automated manner.
The main requirement for this type of interlocking is enter track need to be circuited. എന്ത് ചെയ്യണം? എൻ്റർ ട്രാക്ക് നമ്മൾ ഇലക്ട്രിക്കലി സർക്യൂട്ടഡ് ആക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റൂട്ട് റിലേ ഇൻ്റർലോക്കിംഗ് സാധ്യമാക്കാൻ പറ്റുള്ളൂ. The condition of track circuit and various indications of all signals are mirrored on the panel that carries the diagram of the yard. അപ്പോൾ ഒരു പാനലിന് എന്തുണ്ട്? എല്ലാ ഇൻഡിക്കേഷൻസും കാണിക്കുന്ന ഒരു പാനലാണ്. അതിൽ നമ്മളെ ട്രാക്കിൻ്റെ ഡയഗ്രാം എല്ലാം ഉണ്ടാവും. By looking at these indications, a panel operator can operate easily know whether a track is free or not. ഒരു പാനൽ ഓപ്പറേറ്ററിനെ എന്ത് ചെയ്യാൻ പറ്റും? ആ ട്രാക്ക് ഫ്രീ ആണോ അല്ലേ എന്ന് ആ പാനലിൽ നോക്കിയാൽ മനസ്സിലാവും. Once the route is set to allow, the portion get illuminated with the white light. നമ്മൾ ആ റൂട്ടിൽ അലോ ചെയ്താൽ, പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ എന്ത് ചെയ്യും? അത് വെള്ള ഇലുമിനേഷനിൽ വരും. ഇഫ് ദ റൂട്ട് ഈസ് ഓക്യുപ്പൈഡ് ഈസ് ഷോ ഇൻ റെഡ് കളർ. ആ റൂട്ട് ട്രെയിൻ ഉണ്ടെങ്കിൽ ഓക്യുപ്പൈഡ് ആണെങ്കിൽ അതെന്ത് ചെയ്യും? റെഡ് ലൈറ്റ് ആയിരിക്കും. ഫ്രീ ആണെങ്കിൽ വൈറ്റ് ലൈറ്റും, ഓക്യുപ്പൈഡ് ആണെങ്കിൽ റെഡ് ലൈറ്റും കാണിക്കും. ഇഫ് ദ ട്രെയിൻസ് ഹാസ് ക്ലിയർ ദ ട്രാക്ക് ദ ലൈറ്റ് വിൽ ബി ഓഫ്. ട്രെയിൻ അവിടുന്ന് പോയാൽ എന്താണ്? ലൈറ്റ് ഓഫായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്ര കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡിഫറെൻറ്റ് സിഗ്നലിംഗ് സിസ്റ്റം ആൻഡ് ഇൻ്റർലോക്കിംഗ് ആണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.